എന്താ മോളെ ഇത്? നീ എന്താ ഞങ്ങളെ വീണ്ടും വീണ്ടും പരീക്ഷിക്കുകയാണോ? എന്താണോ സംഭവിക്കരുതെന്ന് കരുതിയത് അതാ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നേ. ഒന്നും മനഃപൂർവ്വമല്ലല്ലോ ആന്റി. അമ്മയുടെയും ഭാനുവിന്റെയും സ്ഥാനത്ത് ആന്റി ആണെങ്കിലും ഞാനിതേ ചെയ്യൂ. ഒരാപത്ത് വരുമ്പോ മുന്നും പിന്നൊന്നും ആരും ചിന്തിക്കില്ല ജയ. ഭാവനയ്ക്ക് സംഭവിച്ചു അത് തന്നെ. മോളിനി ഇതിന്റെ പേരിൽ വിഷമിക്കൊന്നും വേണ്ട. ഞാൻ എന്റെ മനസ്സിലുള്ളത് ചോദിച്ചെന്നേ ഉള്ളൂ. ആന്റി ചോദിച്ചാലൊരു തെറ്റുമില്ല ആന്റി. ആന്റിയുടെ സ്ഥാനത്ത് ഞാനായാലും ഇങ്ങനൊക്കെ ചോദിക്കും. അത് മതി മോളെ. അപ്പൊ പിന്നെ എന്റെ ചിന്താഗതികളിൽ തെറ്റൊന്നുമില്ലല്ലോ. പുറത്ത് ചെറിയൊരു യുദ്ധം കഴിഞ്ഞിട്ടാ നിന്റെ ആന്റി വരുന്നേ. എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നതിനെ കുറിച്ചല്ലേ? അതെ മോളെ. മോളുടെ ആവശ്യങ്ങളെല്ലാം കഴിയുമ്പോ ഞാൻ പറയുന്ന പോലെ കേട്ട് എന്നോടൊപ്പം വന്ന് നിക്കാന്നല്ലേ പറഞ്ഞത്? അതെ ആന്റി. അതിനെന്താ, ഞാൻ വന്ന് നിൽക്കുന്നതിനല്ലേ പറഞ്ഞത്. പിന്നെ ഗായത്രി സേതും നിന്നെ എന്നോടൊപ്പം വിടില്ലെന്നാണല്ലോ പറഞ്ഞത്. ആന്റിക്ക് വാക്ക് തന്നത് ഞാനല്ലേ? എന്താ ആന്റി, നമ്മൾ തമ്മിലുള്ള വാക്ക് പാലിക്കേണ്ടത് നമ്മളല്ലേ? പിന്നെന്തിനാ ഇങ്ങനൊരു സംസാരം? ഇപ്പൊ എങ്ങനെയുണ്ട്? നീ ഇത്ര നേരം അവിടെ കിടന്ന് ചാടി തുള്ളിയിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ അറിഞ്ഞോ ഭാവൻ ഇങ്ങനെ പറയുമെന്ന്? ആന്റിയോട് ഞാൻ പറഞ്ഞിട്ടുള്ളതൊന്നും ഞാൻ മറന്നിട്ടില്ല. പിന്നെ എന്റെ ആ പഴയ ആന്റിയെ തിരിച്ചു കിട്ടുമ്പോ ഞാൻ ആന്റിയുടെ അടുത്ത് നിൽക്കാതിരിക്കോ? ആന്റി, എന്റെ അമ്മയും സേതുവേട്ടനൊക്കെ വെറും പാവങ്ങളാ. അവർക്ക് സ്നേഹിക്കാനേ അറിയൂ. ആന്റി അവിടെ സംസാരിച്ച കാര്യം ഒന്ന് സ്നേഹത്തോടെ സംസാരിച്ചിരുന്നെങ്കിൽ അപ്പ എനിക്ക് മനസ്സിലാവും അമ്മയുടെയും സേതുവേട്ടന്റെ ഒക്കെ യഥാർത്ഥ സ്വഭാവം.